ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞാനിവിടെ എത്തിയിട്ടുള്ളത് നല്ലൊരു അടിപൊളി പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ. അതായത് നമുക്ക് ഗോതമ്പ് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതുകൊണ്ട് പുട്ട് ചുടാം. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണ്, നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കും. അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക്. അപ്പോൾ നമുക്ക് ആദ്യം എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഒരു പാൻ എടുത്തിട്ട് പാനൊന്ന് ചൂടാക്കാൻ വെച്ചതിന് ശേഷം നമുക്ക് എത്ര ആണോ നമ്മൾ പൊടി എടുക്കണമെന്ന് വെച്ചാൽ അത്രയും പൊടി നമുക്ക് അതിലേക്ക് ഇട്ടെടുക്കാം. ഞാനിപ്പോൾ ഇതിന് ഒരു 2 ഗ്ലാസ്സാണ് പൊടി എടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് അതൊന്ന് വറുത്തെടുക്കണം. നന്നായിട്ട് ചൂടാക്കാൻ വേണ്ടി വെക്കണം. നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ആദ്യം ഇതാക്കുക, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ ഇട്ടെടുക്കുക. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നല്ല സ്മെല്ലൊക്കെ വരുമല്ലോ, അപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. പിന്നെ വീഡിയോസൊക്കെ ഇടാൻ കുറച്ച് ലേറ്റായിപ്പോയി. ഒക്കെ ഒരുപാട് കാരണങ്ങളുണ്ട് കേട്ടോ. ഉമ്മാക്കും ഉപ്പാക്കും ഒക്കെ സുഖമില്ലാണ്ടായി, അപ്പോൾ ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെയായാലും വീഡിയോസ് ഇടാനൊന്നും കഴിയില്ല, മനസ്സിലേക്ക് ടെൻഷൻ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഒക്കെ റാഹത്തായി, അൽഹംദുലില്ലാ, ഒക്കെ മാറിയിട്ടുണ്ട്. പിന്നെ നമുക്കത് വേഗം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നന്നായിട്ട് പാനിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ ചൂടുണ്ടാവുമല്ലോ. പിന്നെ ലൈറ്റ് ചൂടുണ്ട് കേട്ടോ. അത് അല്ലാതെ എന്താ പറയുക, നല്ല ചൂടില്ല, ഒക്കെ ഒന്ന് കുറച്ച് തണുത്തിക്കണ്, നല്ല ചെറുതായിട്ടൊരു ചൂടുണ്ട്, ഇളം ചൂട്. ഇനി നമ്മൾ പുട്ടിന് പിന്നെ നനക്കണ പോലെ തന്നെ ഉപ്പും വെള്ളമൊക്കെ കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് നനച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് നനച്ച് ഇങ്ങനെ കുറേശ്ശെ വെള്ളം ഒഴിക്കാം കേട്ടോ. മോന് റേഷൻ കടയിൽ നിന്ന് കുറേ പിന്നെ ഗോതമ്പിൻ്റെ പൊടി കൊണ്ടുവന്നിരുന്നു. അപ്പോൾ എന്താപ്പോൾ ഞാൻ ചെയ്യാൻ തെറ്റെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ എനിക്കിങ്ങനെ കുറേ ദോശ ഉണ്ടാക്കും, എന്നാലും ഇത് കഴിയണ്ടേ. അപ്പോൾ എനിക്ക് തോന്നി ഒന്ന് പുട്ടുണ്ടാക്കിയാലോ എന്ന്. പക്ഷേ ഞാൻ ഫസ്റ്റ് ടൈമിൽ ഉണ്ടാക്കണതാണ് കേട്ടോ. പക്ഷേ എനിക്ക് അരിപ്പൊടിൻ്റെ പുട്ടിനേക്കാളും ഇഷ്ടമായി ഗോതമ്പിൻ്റെ പുട്ട്. ഇനി നമുക്ക് ഇത് മിക്സിയിലിട്ടിട്ട് കറക്കണത് എന്താണെന്ന് വെച്ചാൽ നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്കതിലേക്ക് ഒരു ടീസ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എൻ്റെ കയ്യിലിപ്പോൾ ഓയിലായിരുന്നു, അപ്പോൾ ഞാൻ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അതായത് നമുക്കൊന്ന് എന്താ പറയുക, മിക്സിയിലിട്ടിട്ട് വല്ലാണ്ട് അടിക്കൊന്നും വേണ്ട, ഒന്ന് പൾസ് ചെയ്തെടുക്കില്ലേ, അതേപോലെ ചെയ്തെടുത്താൽ മതി. അങ്ങനെ ഇനി 2 പ്രാവശ്യമായി ഇടാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. 2 ട്രിപ്പായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ട്രിപ്പായിട്ട് നമുക്ക് അരച്ചെടുക്കാം. അരക്കല്ല, എന്താ പറയുക, പൾസ് ചെയ്തെടുക്കാം. എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. ഞാൻ പഞ്ചസാരയും കൂട്ടിയിട്ടാണ് കഴിച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കുട്ടികൾക്ക് പഴം കൂട്ടിയിട്ട് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടം. പക്ഷേ ഞാൻ പഴം കൂട്ടി കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നമാണ്. വയറിൽ ഭയങ്കര എന്താ പറയുക, ദഹനക്കേടൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെ വയറ് വീർത്ത് വരിക, അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷേ ഞാൻ അധികം പഞ്ചസാര കൂട്ടിയിട്ടാണ് പുട്ട് കഴിക്കുക. എനിക്ക് അതിനോടാണ് താല്പര്യം. പിന്നെ കറി ഉണ്ടെങ്കിൽ കറി കൂട്ടിയിട്ട് കഴിക്കും. പിന്നെ തേങ്ങ ചിരകിയിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടും കുറ്റി എടുക്കാം കേട്ടോ. സാധാരണ ഞാൻ ചിരട്ടൻ്റെ പുട്ടും കുറ്റിയിലാണ് ഇടൽ. അതുകൊണ്ടുള്ളൊരു ഇതുണ്ടല്ലോ, അതുകൊണ്ട് എടുക്കും. പക്ഷേ ഇത് ആകുമ്പോൾ കുറച്ച് പെട്ടെന്ന് തന്നെ കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വലുത് തന്നെ എടുത്തു കേട്ടോ. അപ്പോൾ നമുക്ക് സാധാരണ നമ്മൾ ഇങ്ങനെ പുട്ടുണ്ടാക്കുക അതേപോലെ കുറച്ച് തേങ്ങയും കുറച്ച് തൊട്ടെടുത്ത് നിറച്ച്. ഇനി നമുക്ക് ഒരു കുക്കർ വെച്ചിട്ട്, കുക്കറിലാണ് ഞാൻ വെച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്യാം. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ കാണുന്ന ആ കുഞ്ഞ് ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 3 ഓപ്ഷൻ വരെ, അതിന് മുകളിൽ ഓളെന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം കിട്ടുന്നതാണ്. ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. ഇനി നമുക്ക് പുട്ട് കുത്തി വെക്കാം. പുട്ട് കുത്തി കഴിഞ്ഞാൽ ലാസ്റ്റത്തെ ആടൊക്കെ എടുക്കാനാണ് എനിക്ക് കുറച്ച് പ്രയാസം. പെട്ടെന്ന് ഇത് കിട്ടൂല, കുത്തി ഇങ്ങനെ ഇരിക്കും. അങ്ങനെ നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.